പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. ഏത് സൈഡിലാ വണ്ടി? ഇന്ത്യാസ് കരീമുണ്ട്. ഇന്ത്യാസ്, പരാതിയിൽ ഉറച്ചു നിൽക്കുന്ന എന്നൊരു പ്രതികരണം കേട്ടു. അല്പസമയം മുമ്പാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും ഷിംജിത മുസ്തഫ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് കോടതിയിൽ നിന്ന് ഓർഡർ ഇങ്ങോട്ട് എത്തിക്കുകയും അതിനുശേഷം ഇപ്പോൾ ജയിൽ മോചിതയാവുകയും ചെയ്തിട്ടുണ്ട് ഷിംജിത മുസ്തഫ. 22 ദിവസത്തിന് ശേഷമാണ് ജയിൽ മോചിതയാവുന്നത് ഷിംജിത മുസ്തഫ. പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രതികരണം ചോദിച്ചു. ഒന്നും പറയാനില്ല, പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ഒരൊറ്റ കാര്യം മാത്രമാണ് ഷിംജിത പറഞ്ഞത്. നേരത്തെ തന്നെ ഷിംജിത മുസ്തഫ തലശ്ശേരിയിലെ കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു. ഇമെയിൽ മുഖാന്തരം പരാതി നൽകിയിരുന്നു. അതിൽ FIR ഇട്ടിട്ടില്ല. ആ പരാതിയെക്കുറിച്ച് താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? പ്രതികരണമുണ്ടോ? വണ്ടി വന്നോട്ടെ പ്രശ്നമില്ല. ഏത് സൈഡിലാ വണ്ടി? ഏടെയുള്ള വണ്ടി? പ്രോസിക്യൂഷൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷിംജിതയുടെ ദീപകിന്റെ ഫോണിന്റെയും ലാപ്ടോപ്പ് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ പൂർത്തിയാകേണ്ടതുണ്ട്. ഈ പരിശോധനാ ഫലം ലഭിക്കുന്നത് വരെ ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാൻ ഏറെ സമയമെടുക്കുമെന്നുൾപ്പെടെയും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം കേട്ടാണ് ഒടുവിൽ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതിൽ ഉപാധികളായി പറഞ്ഞിട്ടുള്ളത് സാക്ഷികളെ സ്വാധീനിക്കരുത്, അതോടൊപ്പം നാട് വിടരുത്, 50,000 രൂപ കെട്ടിവെക്കണം, അതോടൊപ്പം എല്ലാ മാസവും 2ഉം 4ഉം വെള്ളിയാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണം